നമസ്കാരം, സന്തോഷ് പണ്ഡിറ്റ് ഷോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം ഈയിടെയായിട്ട് അച്ഛനമ്മമാരെല്ലാം ഭയങ്കര ടെൻഷനിലാണ്. മക്കൾ അവരെ തല്ലിക്കൊന്ന് അച്ഛനെ സമാധിയാക്കി, അമ്മയെ സമാധിയാക്കി എന്നൊക്കെ പറയുമോ എന്നൊരു പേടി പല അച്ഛനമ്മമാർ. നമുക്കറിയാം, നെയ്യാറ്റിൻകരയിലെ വ്യക്തിയെ അദ്ദേഹത്തിൻ്റെ മകൻ സമാധിയാക്കി എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ മരണം അദ്ദേഹത്തെ ജീവനോടെ കുഴിച്ചിട്ടതാണോ, അദ്ദേഹം മരിച്ചതിന് ശേഷം കുഴിച്ചിട്ടാണോ എന്നുള്ള കാര്യത്തിലൊന്നും നമുക്ക് ഒരു വ്യക്തതയും ഈ വിഷയത്തിലില്ല. പക്ഷെ ഇങ്ങനെയൊരു ന്യൂസ് നമ്മൾ കേൾക്കുകയുണ്ടായി. അപ്പൊ ഇവിടെ ശാസ്ത്രം തോറ്റു, മനുഷ്യൻ ജയിച്ചതാണോ, ഇതിന്റെ പിന്നിൽ വർഗീയതയുണ്ടോ, വിശ്വാസത്തെ കൂട്ടുപിടിച്ച് ഇവിടെ ഒരു കുറ്റകൃത്യം വളരെ ബുദ്ധിപൂർവ്വം നടത്തിയതാണോ, ഇതേപോലുള്ള വിഷയങ്ങൾ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ സമാധി എന്ന വിഷയത്തെക്കുറിച്ച് നമ്മളിപ്പോൾ ഒരു ഡീറ്റെയിൽ ആയിട്ട് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ഇതിപ്പോ ഒരു ബാഹുബലി 1 കണ്ടതിന് ശേഷം ബാഹുബലി 2 ഇറങ്ങിയപ്പോൾ ഞാൻ ആ സിനിമ കണ്ട ഉടനെ എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞ എനിക്ക് ഓർമ്മ വരും. അപ്പൊ എന്നോട് ചോദിച്ചു, അല്ല ജി, ഈ നമ്മൾ ഫസ്റ്റിൽ അവസാനിപ്പിക്കുന്നത് കട്ടപ്പ ബാഹുബലി ഇങ്ങനെ കുത്തുന്നതായിട്ടാണോ? ഈ കട്ടപ്പ എന്തിനാണ് ഇപ്പോൾ ബാഹുബലിനെ ഇങ്ങനെ കുത്തി ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അത് പറയണമെങ്കിൽ ബാഹുബലി 2ന്റെ മൊത്തം കഥ പറയേണ്ടി വരും. ഇതേപോലെയാണ് സമാധി എന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കൂ എന്ന് പറയുമ്പോൾ നമ്മളിത് മൊത്തമായി പറയേണ്ടി വരും. എന്താണ് ജനനം, എന്താണ് മരണം, എന്താണ് ദൈവം, എങ്ങനെയാണ് മോക്ഷപ്രാപ്തി കിട്ടുക, എന്താണ് സമാധി, ഇത്രയും പറഞ്ഞാലേ സമാധി എന്താണെന്നുള്ളത് കിട്ടുള്ളൂ. അപ്പൊ സിനിമയുടെ ക്ലൈമാക്സിനെ കുറിച്ച് ചോദിക്കുന്നതാണ് സംഭവം. ഓക്കെ, അപ്പൊ നമുക്ക് നിങ്ങൾക്ക് തന്നെ ഈ വീഡിയോ കംപ്ലീറ്റ് കണ്ടു കഴിഞ്ഞാൽ ഈ മകൻ ചെയ്തത് ശരിയാണോ, ആര് പറയുന്നതാണ് ശരി, ഇവർ പറയുന്നതിലെ കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഓരോരോ വിഷയത്തേക്ക് വരാം. ആദ്യം എന്താണ് ജനനം, എന്താണ് മരണം, ശരിക്കും വളരെ ഡീറ്റെയിൽ ആയി പറയേണ്ടതാണ്. വളരെ ഫാസ്റ്റ് ആയിട്ട് പറയാം. കാര്യം, അച്ഛനും അമ്മയും ചേർന്ന് ഒരു ബീജം ഉണ്ടാക്കുന്നു ഒരു സ്ത്രീയുടെ വയറ്റിൽ. ഇതിൽ ഒരു വലിയ എനർജി, അതായത് ദൈവം എന്ന് പറയുന്ന വലിയ എനർജി, ഒരു കുഞ്ഞ എനർജി ഈ ബീജത്തിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ ആ എനർജിയെയാണ് നമ്മൾ ആത്മാവ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഈ ദൈവം ഈ കുഞ്ഞ എനർജി കൊടുത്താൽ ഇത് ജീവനുള്ള കുട്ടിയാവും. ദൈവം അത് കൊടുക്കുന്നില്ലെങ്കിൽ ഇത് മരിച്ച കുട്ടിയാവും. ദൈവം എന്നതിന് ഒരു വലിയ എനർജി എന്ന് പറയാം, ഒരു വലിയ കാന്തവും ഒരു ബ്ലേഡും. അതും അല്ലെങ്കിൽ ഒരു മൊബൈലും സിമ്മും തമ്മിലുള്ള ബന്ധം. ഇപ്പൊ നിങ്ങൾ വളരെ വില കൂടിയ ഒരു മൊബൈൽ വാങ്ങിച്ചു, പക്ഷെ അതിൽ സിമ്മില്ലെങ്കിൽ നിങ്ങൾക്ക് കോൾ വരില്ല. അതുപോലെ നമ്മൾ ശരീരം എന്ന് പറയുന്ന ഒരു മൊബൈലാണ്, അതിനുള്ളിലെ ആത്മാവ് എന്ന് പറയുന്നത് ഒരു സിമ്മാണ്. അപ്പോൾ ഈ സിമ്മില്ലാത്ത മൊബൈൽ പോലെയാവും നമ്മൾ. ഓക്കെ, അപ്പൊ നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ 3 1 സൂക്ഷ്മ ശരീരം, 2 സ്ഥൂല ശരീരം, 3 കാരണ ശരീരം. അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും കിട്ടുന്ന ശരീരത്തെയാണ് നമ്മൾ സ്ഥൂല ശരീരം എന്ന് പറയുന്നത്. സാധാരണ ഇതിൽ ഒരാൾ മരിക്കുകയാണെങ്കിൽ ഈ അച്ഛൻ്റെ അമ്മയിൽ നിന്ന് കിട്ടിയ ശരീരത്തെ നമ്മൾ കത്തിച്ച് കളയുന്നു. സൂക്ഷ്മ ശരീരം, ഇതാണ് വലിയ എനർജി ചെറിയ എനർജിക്ക് കൊടുത്ത എനർജിനെയാണ് നമ്മൾ ആത്മാവ് എന്ന് പറയുന്നത്. സൂക്ഷ്മ ശരീരം ഒരു ശരീരം വിട്ട് പുറത്തേക്ക് പോകുന്നു. 3ാമത്തതാണ് കാരണ ശരീരം. ഈ കാരണ ശരീരം എന്ന് പറയുന്നത്, ഇതിനാണ് പ്രേത ശരീരം എന്ന് പറയുന്നത്. ആരൊക്കെ മരിച്ചിട്ടുണ്ടോ അവരുടെയൊക്കെ പ്രേത ശരീരം ഈ ഭൂമിയിലുണ്ട്. ഈ പ്രേത ശരീരത്തിനാണ് നമ്മൾ ബലിയിടുന്നത് ഹൈന്ദവ വിശ്വാസപ്രകാരം. അപ്പൊ അത് ഹാപ്പി ആവുന്നു. അതിന്റെ പ്രേത ശരീരം 1 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം, നമ്മൾ ഒരു ദിവസം എന്ന് പറയുന്നത് 1 വർഷമാണ് പ്രേതത്തിന്റെ. അതുകൊണ്ടാണ് ഈ ആണ്ടുബലിയൊക്കെ നമ്മൾ ഇടുന്നത് വർഷത്തിൽ 1 ദിവസമാണ് ഇടുന്നെങ്കിലും പ്രേതത്തിന് എല്ലാ ദിവസവും കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെയാണ് ഒരു വശം. ഇനി എന്താണ് ദൈവം എന്നതിലേക്ക് വരണം. അതിനുശേഷം വേണം എന്താ സമാധി എന്നുള്ളത്. എന്താണ് ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് അത്യാവശ്യം വിശപ്പുണ്ട്. അതായത് ഭക്തിയെ നമുക്ക് വിശപ്പായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വിശപ്പുണ്ട്. അപ്പൊ നമ്മൾ ഒരു സ്ഥലത്ത് ചെല്ലുന്നു, അപ്പൊ അവിടെ ഹോട്ടല്, റെസ്റ്റോറൻറ്റ്, ഇങ്ങനെ പലതും ഉണ്ട്. പക്ഷെ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം നമ്മൾ തിരഞ്ഞെടുക്കുന്നു. ദാറ്റ് ഈസ് ഒരു ചിക്കൻ ബിരിയാണി നമ്മൾ മുന്നിൽ വെക്കുന്നു. ചിക്കൻ ബിരിയാണി മുന്നിൽ വെച്ചിട്ട് നമുക്ക് വിശപ്പ് മാറില്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അത് കഴിക്കണം. ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ചിക്കൻ ബിരിയാണി ഈ 2 എണ്ണം ഇല്ല, അവിടെ 1 ഉള്ളൂ. ഇങ്ങനെ അല്ലെങ്കിൽ ഞാൻ കുറെ ദൈവങ്ങളുണ്ട്, അപ്പൊ ഞാൻ അതിന് ഭഗവാൻ ശ്രീകൃഷ്ണനെ എടുക്കുകയാണെങ്കിൽ പക്ക വിശ്വാസിയാവുക എന്ന് പറയുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഉൾക്കൊള്ളണം. നിങ്ങളിപ്പോൾ ഒരു നേന്ത്രപ്പഴമാണ് കഴിക്കുന്നതെങ്കിൽ നേന്ത്രപ്പഴം കഴിച്ചാൽ മാത്രമേ നിങ്ങളുടെ വിഷമം മാറുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ദൈവത്തെ നോക്കിയിരിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും അവരുടെ വിശ്വാസം മാറൂല എന്നുള്ളതാണ് സത്യം. അതുപോലെ അത് വിശപ്പാണെങ്കിൽ അപ്പൊ നിങ്ങൾ ഈ നേന്ത്രപ്പഴം കഴിച്ചതിന് ശേഷം ഞങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നേന്ത്രപ്പഴം എന്തായി എന്ന് ചോദിച്ചാൽ നിങ്ങളായി എന്ന് പറയേണ്ടി വരും. ഇതാണ് ശരിക്കും പറഞ്ഞാൽ വിശ്വാസം. അപ്പൊ ഇതിൽ നിന്നാണ് പലതരത്തിലുള്ള വിശ്വാസത്തെ കുറിച്ചിട്ട് നമുക്ക് പറയാം. ദൈവവിശ്വാസം 2 ആണ്. 1 ഏകദൈവ വിശ്വാസം, 1 ബഹുദൈവ വിശ്വാസം.
ഏകദൈവ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ദൈവമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് പോകുന്ന അവസ്ഥയാണ് ഏകദൈവ വിശ്വാസം എന്ന് പറയാം. നമുക്ക് ഏകദൈവ വിശ്വാസി ആരാണെന്നുള്ളത് നോക്കാം, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ആ വ്യക്തി ഇപ്പോൾ ഡ്രസ്സ് ഇടൂല, അപ്പോൾ അയാൾക്ക് നിങ്ങളുടെ ശരീരം ആൾക്കാർ കാണൂലേ, അപ്പോൾ ആൾക്കാർ എല്ലാം ബ്രഹ്മം എന്നൊരു കൺസെപ്റ്റ് വരും. അതേപോലെ ഏകദൈവ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം അധികം സംസാരിക്കില്ല, അദ്ദേഹം സ്വന്തമായിട്ട് ഒരു 4 സെന്റ് സ്ഥലം വാങ്ങില്ല. കാരണം ഏകദൈവ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഞാനൊരു ദൈവമാണ് എന്നൊരു കൺസെപ്റ്റ് വരുന്ന ആള് സ്വന്തമായിട്ട് ഒരു സ്ഥാപനമോ വീടോ ഒന്നും എടുക്കൂല എന്നുള്ളതാണ് സത്യം. കാരണം അയാൾക്കൊന്നും വേണമെന്നില്ല, അയാൾ സംസാരിക്കുകയില്ല. ഇതാണ് ഏകദൈവ വിശ്വാസം. പക്ഷെ അയാൾക്ക് എന്ത് കാര്യം അയാൾ എന്താണോ കണ്ടത് അത് മാത്രമേ അയാൾ വിശ്വസിക്കുകയുള്ളൂ. ഞാൻ പറയുന്നത് ബഹുദൈവ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മകളുടെ ഒരു ഫോട്ടോ ഉണ്ട്, നമുക്ക് അത് കാണുമ്പോൾ നമുക്ക് മകനെ ഓർമ്മ വരും. ഒന്ന് കാണുമ്പോൾ മറ്റൊന്ന് ഓർക്കുന്ന അവസ്ഥയാണ് ബഹുദൈവ വിശ്വാസം എന്ന് പറയാം. ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാം ബഹുദൈവ വിശ്വാസികളാണ്. കാരണം അവർക്കൊരു കൊടി കാണുമ്പോൾ അവർ പാർട്ടിയെ ഓർക്കുന്നു. ഇങ്ങനെയുള്ളവർ ബഹുദൈവ വിശ്വാസികളാണ്. കാരണം ഒന്ന് കാണുമ്പോൾ വേറെ നോക്കുക. ടേക്ക് ആൻ എക്സാമ്പിൾ, ഇപ്പം നമ്മുടെ അച്ഛൻ കന്നഡ യൂസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നമുക്ക് നമ്മൾ വീട്ടിലേക്ക് നമ്മൾ സ്കൂളിലൊക്കെ വിട്ടു വരികയാണ്, അപ്പോൾ അവിടെ ഒരു കന്നഡ കാണാൻ നമുക്ക് അച്ഛൻ നേരത്തെ വന്നു, ആ കന്നഡയിൽ അച്ഛനില്ല, പക്ഷെ കന്നഡ കണ്ടപ്പോൾ നമ്മൾ അച്ഛനെ ഓർത്തു. അല്ലെങ്കിൽ ഇപ്പം നമുക്ക് നമ്മുടെ പെങ്ങൾ സ്ഥിരമായി യൂസ് ചെയ്യുന്ന ഒരു ബാഗാണ് ചോദിച്ചു, ആ ബാഗ് നമ്മൾ വരുമ്പോൾ സ്കൂൾ വിട്ട് വരുമ്പോൾ അത് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെങ്ങൾ നേരത്തെ വന്നിട്ടില്ലേ, ആ ബാഗിൽ പെങ്ങളില്ല, പക്ഷെ ആ ബാഗ് കണ്ടപ്പോൾ നമ്മൾ പെങ്ങളെ ഓർത്തു. അല്ലെങ്കിൽ അമ്മയുമായി അമ്മയുടെ ഒരു ചെരുപ്പ് കാണുമ്പോൾ നമ്മൾ അമ്മയെ ഓർക്കുന്നു. അപ്പോൾ ചെരുപ്പിൽ അമ്മയില്ല, പക്ഷെ ആ ചെരുപ്പ് കാണുമ്പോൾ നമ്മൾ അമ്മയെ ഓർക്കുന്നു. ഇതാണ് ബഹുദൈവ വിശ്വാസം. ഒന്ന് കാണുമ്പോൾ മറ്റൊന്നിനെ ഓർക്കുക. ഇതാണ് ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം. അവർ ഇപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു വിഗ്രഹം കാണുമ്പോൾ അവർ ശ്രീകൃഷ്ണനെ ഓർക്കുന്നു. ഇതിനെയാണ് ബഹുദൈവ വിശ്വാസം എന്ന് പറയുക. കാരണം ഒന്ന് കാണുമ്പോൾ മറ്റൊന്നിനെ ഓർക്കുന്ന അവസ്ഥയാണ്. ഒരു കുടി കാണുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ മൊബൈലിൽ ഇപ്പോൾ മകൻ്റെ മോളെ ഒരു ഫോട്ടോ കണ്ട് നിങ്ങളുടെ തന്നെ ഫോട്ടോ കണ്ട് നിങ്ങളായി ഓർക്കുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ അവിടെ 0011 എന്നുള്ളത് മാത്രമാണ്, ഡിജിറ്റലാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പ്രചരണ ബോർഡിൽ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ഏതെങ്കിലും ഒരാളുടെ ഒരു ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾ അവരെ ഓർക്കുന്നുവെങ്കിൽ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചാൽ നിങ്ങൾ ബഹുദൈവ വിശ്വാസിയാണ്. കാരണം അത് വെറും കടലാസ് മാത്രമാണ്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കടലാസിലെ ഒരു ഫോട്ടോ എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ആളുടെ ഫോട്ടോ വന്നുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു ആരാധനയോ ഇതൊക്കെ വരുന്നത്. അപ്പോൾ ഇത് ബഹുദൈവ വിശ്വാസത്തിന്റെ എക്സാമ്പിളാണ്. ഒന്ന് കാണുമ്പോൾ മറ്റൊന്നിനെ ഓർക്കുക. യഥാർത്ഥത്തിൽ ആ കടലാസിൽ മുഖ്യമന്ത്രി ഇല്ല, ആ കടലാസിൽ പ്രധാനമന്ത്രി ഇല്ല, അല്ലെങ്കിൽ കടലാസിൽ ഒരു സൂപ്പർ സ്റ്റാർ ഇല്ല, പക്ഷെ നിങ്ങൾക്ക് അത് കാണുമ്പോൾ നിങ്ങൾ അവരെ ഓർക്കുന്നുവെങ്കിൽ നിങ്ങൾ ബഹുദൈവ വിശ്വാസിയാണ്. ഇതാണ് സംഭവം. അപ്പോൾ ഇനി നമുക്ക് മോക്ഷപ്രാപ്തി എന്ന സാധനം, അതായത് ശരിക്കും പറഞ്ഞാൽ ഈ നരകം സ്വർഗം എന്ന് പറഞ്ഞ അവസ്ഥയില്ല. നമ്മൾ പല പുസ്തകങ്ങളിൽ പറയുന്നുണ്ടെങ്കിലും സംഭവം തള്ളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ സൂക്ഷ്മ ശരീരം, സ്ഥൂല ശരീരം, കാരണ ശരീരം. അപ്പോൾ ഈ സൂക്ഷ്മ ശരീരം ശരീരത്തിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് പോകുന്നു. ആ സമയത്താണ് ഇവർ പറഞ്ഞ് മരിച്ചു കഴിഞ്ഞാൽ സ്വർഗം വരുന്ന നരകം വരുന്നത്. ഒരിക്കലുമില്ല. ഈ സൂക്ഷ്മ ശരീരം വേറെ അമ്മയുടെ വയറ്റിലാണ് പോകുന്നത്. പക്ഷേ ഒരാൾ മരിച്ച ഉടനെ തന്നെ ഒരാൾ വേറെ അമ്മയുടെ വയറ്റിലേക്ക് പോകണമെന്നില്ല. അയാൾ ഇവിടെ കുറേ നന്മകൾ ചെയ്ത മനുഷ്യനാണെങ്കിൽ അവർ ചെയ്തിരിക്കുന്ന എല്ലാ സാധനവും നമ്മൾ നേരത്തെ പറഞ്ഞ മൊബൈലിലെ സിമ്മാണ്. മൊബൈലിലെ സിമ്മിലെല്ലാം റെക്കോർഡഡ് ആയിരിക്കും. അപ്പോൾ അതിനനുസൃതമായാണ് അവരുടെ ഈ അന്തരീക്ഷത്തിലേക്ക് പോകുമ്പോൾ ഒന്നുകിൽ ഭീകരമായ വേദന അനുഭവിക്കുന്നു, അല്ലെങ്കിൽ വളരെ സന്തോഷം അനുഭവിക്കുന്നു. വളരെ ഒരു എക്സ്ട്രീമാണ് അതൊക്കെ, നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല. അപ്പം ഈ അവസ്ഥയെ വേണമെങ്കിൽ നമുക്ക് ഈ നരകം സ്വർഗം എന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കര വേദനയായിരിക്കും. അപ്പോൾ ആ ഭയങ്കര വേദനയെയാണ് നമ്മളിപ്പോൾ ഇവിടെ ഭയങ്കരമായിട്ട് നരകത്തിൽ ഇതാക്കും എന്നൊക്കെ പറയുന്നത്. ശരിക്കും അവസ്ഥയെ പറയുന്നതാണ്. ഒരു കഥാരൂപത്തിൽ നിങ്ങൾ വായിച്ചതെല്ലാം ശരിയാണ്. നരകം സ്വർഗം എന്നത് കഥാരൂപത്തിൽ കറക്റ്റാണ്. പക്ഷേ യഥാർത്ഥത്തിൽ നരകം സ്വർഗം ഇല്ല കേട്ടോ. സ്വർഗം എന്ന് പറയുമ്പോൾ അവിടെ പോയാൽ ഇങ്ങനെയാണ്. ഇപ്പോൾ ആണുങ്ങളൊക്കെ മരിച്ചു പോയാൽ എത്രയും പെൺകുട്ടികളെ നമുക്ക് കൂടെ കിട്ടും, പെണ്ണുങ്ങൾ മരിച്ചു പോയാൽ എത്രയും ആണുങ്ങളെ കിട്ടും എന്നൊക്കെ പറയുന്നതൊക്കെ അവരെ ഒന്ന് സൂചിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. നിങ്ങളൊരു ഭാര്യയെ മാത്രം നോക്കി നിൽക്കണം, നിങ്ങളൊരു ഭർത്താവിനെ മാത്രം നോക്കിക്കണം, നിങ്ങൾക്ക് അവിടെ പോയി ഒരുപാട് ആണുങ്ങളെ കിട്ടും, അവിടെ പോയി ഒരുപാട് ഭാര്യമാരെ കിട്ടും എന്നൊക്കെ പറയുന്നില്ല. നമ്മളെ ഒന്ന് സൂചിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. യഥാർത്ഥത്തിൽ നരകം സ്വർഗമില്ല. ഈ സൂക്ഷ്മ ശരീര അന്തരീക്ഷത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ വളരെയേറെ സന്തോഷമോ വളരെയേറെ വേദനയോ നിങ്ങൾ അനുഭവിക്കും. അത് അങ്ങനെ പറഞ്ഞിരുന്നുള്ളൂ. ഇപ്പം ഇന്നത്തെ കാലത്താണ് പല മതഗ്രന്ഥങ്ങളും എഴുതിയിരുന്നതെങ്കിൽ അവർ പറയാം സ്വർഗത്തിൽ എന്തൊക്കെയുണ്ട് വെച്ച് കഴിഞ്ഞാൽ വൈഫൈ ഉണ്ടെന്ന് പറയും. ഇപ്പോൾ അന്ന് വെറും മദ്യത്തിനെ കുറിച്ചാണ് സംസാരിച്ചെങ്കിൽ നമ്മൾ പറയും സ്വർഗത്തിൽ MDMA കഞ്ചാവും ഒക്കെ ഉണ്ടെന്ന് പറയും. ഇന്നായിരുന്നു പല ബുക്കുകൾ എഴുതിയിരുന്നെങ്കിൽ. പക്ഷെ അപ്പം അത് അങ്ങനെ പറയണം. അപ്പം ഇനി നമുക്ക് മോക്ഷപ്രാപ്തി എന്ന് പറഞ്ഞ സാധനം കിട്ടണമെങ്കിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ 9 നവദ്വാരത്തിലൂടെയാണ് നമ്മുടെ ആത്മാവ് പോവുക, സൂക്ഷ്മ ശരീരം പോവുക. നമ്മുടെ മുഖത്ത് അതാണ് നമ്മളിപ്പോൾ കണ്ണു തുറിച്ചിട്ട് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ, അല്ലെങ്കിൽ നമ്മുടെ ചെവിയിലൂടെയായിരിക്കും ആത്മാവ് പോകുന്നത്. അപ്പോൾ ചെറിയൊരു ബ്ലഡ് ഉണ്ടാവും, അല്ലെങ്കിൽ മൂക്കിലൂടെയാണ് പോകുന്നത്, മൂക്കിൽ നിന്ന് എന്തെങ്കിലും സാധനം പോകും. ഇങ്ങനെ നമ്മുടെ മുഖത്തിലൂടെയാണ് നമ്മളുടെ
ആത്മാ പോകുന്നെങ്കിൽ നിങ്ങൾ മനുഷ്യനായിട്ടാണ് അടുത്ത ജന്മം വരുന്നത്. എല്ലാവരും മനുഷ്യരായിട്ടൊന്നും ജനിക്കണം ഒരു നിർബന്ധമില്ല. അതല്ലെങ്കിൽ നിങ്ങൾ അപ്പിട്ടിട്ടാണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മൃഗമായിട്ടാണ് അടുത്ത ജന്മം വരുന്നത്. നിങ്ങൾ മൂത്രമൊഴിച്ചിട്ടാണ് നിങ്ങളുടെ ആത്മാവ് അവസാനം പോകുന്നതെങ്കിൽ നിങ്ങൾ അടുത്ത ജന്മം, ഇതൊരു വിശ്വാസമാണ്, അടുത്ത ജന്മം നിങ്ങളൊരു ചെടിയായിട്ടാണ് ജനിക്കുന്നത്. ദാറ്റ് ഈസ് ഈ ആത്മഹത്യ ചെയ്ത ആളുകളെയൊക്കെ ഡെഡ് ബോഡി എടുത്തിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും അത് ഒന്നുകിൽ അപ്പിട്ടിട്ടോ അല്ലെങ്കിൽ മൂത്രമൊഴിച്ചിട്ടാണ് പോവുക. പക്ഷേ യഥാർത്ഥത്തിൽ ഈ നവദ്വാരത്തിലൂടെയല്ല പോകേണ്ടത്, നമ്മുടെ നെറുകിലൂടെയാണ് പോകേണ്ടത്. ഇവിടെയാണ് സമാധിയിലേക്ക് കഥ വരുന്നത്. അതായത് നമ്മളുടെ അച്ഛനും അമ്മയും തന്നിരിക്കുന്ന മാംസക്കട്ടിയിലേക്ക് ഈ വലിയ എനർജി സൂക്ഷ്മ ശരീരം കൊടുക്കുന്നത് ഈ നെറുകിലൂടെയാണ്. അതുകൊണ്ട് ഈ കുഞ്ഞു കുട്ടികളുടെ നെറുകൊക്കെ നോക്കിയാൽ കറിയപ്പെട്ട ലേശം ഒരു പദം ഉണ്ടാകും. അപ്പോൾ അതിങ്ങനെ നോക്കിയാൽ കുറച്ചുകൂടെ ഒരു ഇതുണ്ടാകും. അപ്പോൾ ശരിക്കും മരിച്ചു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ ജീവൻ പോകേണ്ടത് നെറുകിലൂടെയാണ്. പക്ഷേ വളരെ അപൂർവ ഒരാൾക്ക് മാത്രമേ അങ്ങനെ സംഭവിക്കുള്ളൂ. അങ്ങനെ പോകുന്നതിനെയാണ് മോക്ഷപ്രാപ്തി എന്ന് പറയുന്നത്. അങ്ങനെ നെറുകിലൂടെ നമുക്ക് നമ്മുടെ ജീവൻ നഷ്ടപ്പെടുന്ന ആളുകൾക്ക് പിന്നീട് ഒരിക്കലും ഒരു വീണ്ടും ഒരു മനുഷ്യജന്മം അവർക്ക് ഉണ്ടാവൂല. അതോടെ അവർ ദൈവത്തിൽ ലയിച്ചു എന്നാണ്. അപ്പൊ ഇതിനു വേണ്ടിയാണ് സമാധി. ഇതാണ് അവിടെ പറഞ്ഞ കാര്യം. അപ്പൊ സമാധിക്ക് വേണ്ടി പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ കൂടുതലായി മെഡിറ്റേഷനാണ്, പരിധി വിട്ടുള്ള മെഡിറ്റേഷനൊക്കെ ചെയ്യുക. നമുക്ക് ആളുകളായിട്ടുള്ള ഒരു ബന്ധമില്ലാതെ കൂടുതലായിട്ട് നമുക്ക് ആളുകളായിട്ട് ബന്ധം ഉണ്ടെങ്കിൽ തന്നെ കൂടുതൽ കുറച്ചായിട്ട് ചെയ്ത് പിന്നീട് ഒരു ഫലം വിടുകയാണ്. നമുക്ക് ആളുകളായിട്ടൊന്നും ഒരു ബന്ധമില്ലാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സമാധി എന്ന് പറഞ്ഞ അവസ്ഥ ഉണ്ടാവും. സമാധി ചെയ്യുന്ന അങ്ങനെ ഓവർ മെഡിറ്റേഷൻ ചെയ്യുന്ന ആളുകൾക്ക് അവർ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേർപെടുത്താനുള്ള കഴിവൊക്കെ ഉണ്ടാവും. സൂക്ഷ്മ ശരീരം, സ്ഥൂല ശരീരം. ശരി. അപ്പൊ സപ്പോസ് ഒരാളിപ്പോൾ ഭയങ്കരമായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരാളെ വിചാരിച്ചു. അപ്പൊ ഇത്തരം ആളുകൾക്ക് അവരുടെ മരണമൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ചില നല്ല ദിവസം മരിക്കണം എന്നൊരാൾ ആഗ്രഹിക്കുന്നു എന്ന് കരുതുക. അപ്പോൾ ഇനിയാണ് ഇവർ പറഞ്ഞ വിഷയത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യുന്നു? അതായത് മോക്ഷപ്രാപ്തിയാണ്, ഇങ്ങനൊരു ജന്മം ഇല്ലാത്ത രീതിയിൽ നോക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ പത്മാസനത്തിലോ ഏതെങ്കിലും ആസനത്തിൽ ഇരുന്നുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവൻ നമ്മൾ വേർപെടുത്തുന്നു. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ആ വ്യക്തിയെ മറവ് ചെയ്തു. ഇതേപോലെ ആ വ്യക്തി അതേപോലെ തന്നെ ആ ആസനത്തിൽ ഇരിക്കുന്ന അവസ്ഥയിൽ തന്നെ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഈ അച്ഛനെ കൊന്നോ എന്നുള്ള സംശയമൊക്കെ വരാൻ കാരണം ഒന്നുകിൽ ഈ അച്ഛൻ മരിച്ച ആ സാധനങ്ങളൊക്കെ ആ മകൻ അല്ലെങ്കിൽ ആ വീട്ടുകാർ ശരിക്കും ഒരു വീഡിയോ ആക്കണമായിരുന്നു. അപ്പം അച്ഛൻ മരിച്ചതിന് ശേഷം അവർ മറവ് ചെയ്യുന്നു. കാരണം നമ്മുടെ ഭാരതീയ ന്യായ സംഹിതയിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നാട്ടുകാരുടെ മൊത്തം പറഞ്ഞ് എല്ലാവരെയും ഡെഡ് ബോഡി കാണിക്കണം എന്നൊന്നും എവിടെയും പറയുന്നില്ലല്ലോ. മരിച്ചു കഴിഞ്ഞാൽ കുഴിച്ചിടണമെന്നേ പറയുന്നുള്ളൂ. പക്ഷെ ഒരു തെളിവ് ആവശ്യമുണ്ട്. ഇതില്ലാതെ ഒരാൾ മരിച്ചു, ഞാൻ അവിടെ കുഴിച്ചിട്ടു, അയാൾക്ക് അതിലൂടെ മോക്ഷം കിട്ടിയെന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെ ആളുകൾക്ക് മനസ്സിലാവും? അപ്പോൾ വിശ്വാസത്തെ കൂട്ടുപിടിച്ച് ഇവിടെ കുറ്റകൃത്യം ചെയ്തതാണോ എന്നുള്ളത് പോലീസ് തെളിയിക്കേണ്ടതുണ്ട്. ആ വീട്ടുകാരെ കൃത്യമായിട്ട് ചോദ്യം ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇതെന്താ അവിടെ നടന്നെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ ആദ്യം മുതൽ ഈ അച്ഛൻ സമാധിയാവുന്നത് മുതലുള്ള എല്ലാ കാര്യവും അവർ കൃത്യമായ ഒരു വീഡിയോ എടുത്ത് അദ്ദേഹത്തെ മറവ് ചെയ്യുന്നവരുള്ളതാണെങ്കിൽ ഓക്കെയാണ്, നമുക്ക് കാണുമ്പോൾ കാര്യം ക്ലിയർ ആവും. അതല്ലെങ്കിൽ ഇപ്പോൾ ആ ഡെഡ് ബോഡി തിരിച്ചെടുത്ത് പോസ്റ്റ്മോർട്ടമൊക്കെ ചെയ്യേണ്ട അവസ്ഥയുണ്ടാവുകയും ചെയ്യും. സോ അവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ളത് പോലീസിന് മാത്രമേ മനസ്സിലാവുള്ളൂ. ടോട്ടലി നമ്മൾ ഏത് ലോകത്താണോ ജീവിക്കുന്നത് അവിടെയുള്ള, ഇപ്പോൾ ഇന്ത്യയിലാണ് ജീവിക്കുന്നത്, ഇന്ത്യയിൽ കുറച്ച് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളൊക്കെ പാലിച്ച് ജീവിക്കുക എന്നുള്ളതാണ് സാമാന്യ മര്യാദ. എന്നാൽ പുസ്തകങ്ങളിൽ പല കാര്യങ്ങളും പറയുന്നുണ്ട്. അത് ഒരാളെയും ബുദ്ധിമുട്ടിക്കാതെയും ഇവിടുത്തെ നിയമങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. അല്ലാണ്ട് ഇപ്പോൾ ഒരാളെ കൊന്നാൽ നമുക്ക് ഏതെങ്കിലും പുസ്തകത്തിൽ ഒരാളെ 10 പേരെ കൊന്നാൽ നിങ്ങൾക്ക് മോക്ഷം കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ പറഞ്ഞതെന്ന് പറഞ്ഞു 10 കൊന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ ജയിലിൽ പോകുള്ളൂ. ഇങ്ങനെയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എന്താണ് സമാധി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ വിശ്വാസത്തെ ചൂഷണം ചെയ്തതാണോ, ശാസ്ത്രം തോറ്റു മനുഷ്യൻ ജയിച്ച കഥയാണോ എന്നുള്ളതൊക്കെ നമുക്കെങ്കിൽ അറിയാം. ഇവിടെ ശാസ്ത്രജ്ഞയോ മതഗ്രന്ഥങ്ങളെയോ ഒന്നും പറയരുത്. അവരുടെ ചില വിശ്വാസ പ്രമാണങ്ങളും ആ വീട്ടുകാരുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമാണ് തീർച്ചയായിട്ടും പോലീസ് നിന്ന് മറുപടി കണ്ടെത്തുന്നു കരുതാം. നന്ദി, നമസ്കാരം.